ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ശരി ഇന്ന് വെളിയിലൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന്, അടുക്കളയിൽ വേണ്ട വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പുതിയ കറിയാണെന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെളിയിലാവുമ്പോൾ നല്ല ക്ലൈമറ്റാണ്, നന്നായിട്ടുണ്ട്, രാവിലെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ചക്കക്കുരു മാങ്ങ, ചെനഞ്ഞ മാങ്ങ വേണം കേട്ടോ, അതും പിന്നെ കുമ്പളങ്ങ, ഇത് മൂന്നും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോണത് ചക്കക്കുരു വന്നിട്ട് നമ്മളതിൻ്റെ തോലൊക്കെ ഒന്ന് ചതച്ചിട്ട് കുത്തിയിട്ട് അതിനെ ഒന്ന് എടുക്കണം. ഓക്കെ, ശരി, വേറെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ചക്കക്കുരുവിൻ്റെ തോലെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരുവൊക്കെ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ മാറ്റി അതിനെ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോലെടുക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ ഇടികല്ലിലിട്ട് ഒരു 2 കുത്ത് കുത്തുമ്പോഴേക്കും അതിൻ്റെ തോല് തന്നെത്താൻ ഇളകി വരുന്നു, കണ്ടുവോ? ഓക്കെ, പിന്നെ വൈറ്റ് മാത്രമേ ആ ഒരുമാതിരി ക്രീം കളറുള്ള തോല് മാത്രം എടുക്കണം, ബ്രൗൺ എടുക്കരുത് കേട്ടോ. ബ്രൗൺ വളരെ ഫൈബർ കണ്ടൻ്റുള്ള ഒന്നാണ്, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇതിപ്പോൾ എല്ലാം നമ്മൾ തോലെടുത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ, റെഡിയാക്കി വെക്കുക. ഇനി നമ്മളൊരു മാങ്ങ എടുക്കുക, ചെനഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. ഇനിയും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക. ഇതാ ഒരു കഷ്ണം കുമ്പളങ്ങ, അതിനെ തോലൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിനെയും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ചക്കക്കുരു, മാങ്ങ, പിന്നെ കുമ്പളങ്ങ മൂവരെയും കൂടി ഒന്നിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മോവരയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എന്താ വെച്ചാൽ ചക്കക്കുരുവിന് നല്ലോണം വേവുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണ്. സോ എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇടരുത്, എന്ന് വെച്ചാൽ ചക്കക്കുരു ചിലപ്പോൾ വേവില്ല, മാങ്ങയും കുമ്പളങ്ങയും വേവുമായിരിക്കും. അപ്പോൾ നമ്മൾ വെന്ത ശേഷം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇളക്കിയിട്ട് കുക്കറിൽ അടച്ചു വയ്ക്കുക കേട്ടോ. നന്നായിട്ടൊരു 2-3 വിസിൽ വന്നോട്ടെ. വൈകിട്ട് നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിൽ നല്ലോണം ഒരു അരമുറി തേങ്ങ എടുക്കുക കേട്ടോ. എടുത്തിട്ട് അതിലേക്ക് ഒരു 3 പച്ചമുളക് എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് പേസ്റ്റാക്കി വയ്ക്കുക. ഇപ്പോൾ ചക്കക്കുരുവും കുമ്പളങ്ങയും മാങ്ങയും എല്ലാം കൂടി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മിക്സി ജാറിൽ നമ്മളിത് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആ പേസ്റ്റ് വന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യേണ്ട, ഒരു 1/2 കപ്പ് തൈര് കൂടി എടുത്തിട്ടൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ കട്ട തട്ടണ്ടെന്ന് പറഞ്ഞിട്ട്. അതും കൂടി അങ്ങോട്ട് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഇനി കടുക് വറക്കാൻ 1 സ്പൂൺ ഉലുവ മസ്റ്റാണ് കേട്ടോ, നല്ല വാസനയായിരിക്കും. പിന്നെ ചുവന്ന മുളക്, കടുക്, പിന്നെ കറിവേപ്പില കേട്ടോ. എല്ലാം കൂടി നല്ലോണം വറുത്തിട്ട് കറിയിലേക്ക് ഇടുക. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും. പിന്നെ ഇതിലൊരു ടിപ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോരൊഴിച്ച് കഴിയുമ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയ നൊര വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം, ഒരുപാടിട്ട് തിളപ്പിക്കരുത് കേട്ടോ. സോ ഒരു ചക്കക്കുരു മാങ്ങ കുമ്പളങ്ങ കോമ്പിനേഷൻ മോരുകറി തയ്യാർ. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ കുമ്പളങ്ങ കറിയൊക്കെ തയ്യാറായി. അത് മോരൊഴിച്ച കറിയായതുകൊണ്ട് ഇപ്പോൾ സമ്മറിന് വളരെ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. നിങ്ങൾ ഫീഡ്ബാക്കാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ഉത്തേജനം. ഓക്കെ, സോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ചക്കയൊക്കെ യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചക്കക്കുരുവിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ചക്കയുടെ സീസൺ, മാങ്ങയുടെ സീസൺ. ഓക്കെ, സോ happy cooking.